എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലബാറുകാരുടെ വീടുകളിൽ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണല്ലോ ഓട്ടട അല്ലെങ്കിൽ ഓട്ടപ്പത്തിരി എന്നൊക്കെ പറയും. ഇത് ശരിക്കും ആ ഓട്ടടയുടെ ചട്ടി തന്നെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പക്ഷെ പലരുടെയും പരാതിയാണ് ഓട്ടട ചട്ടിയിൽ നിന്നും പെട്ടെന്നൊന്നും ഇളകി കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലാണ് ഓട്ടട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഓട്ടടയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ചട്ടിയിൽ നിന്നും പെട്ടെന്ന് ഓട്ടട ഇളകി വരാനുള്ള 2 ടിപ്സും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 1.25 കപ്പ് പച്ചരി ഇതാ നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊരു 7 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ രാത്രി കുതിരാനായിട്ട് വെച്ചാൽ മതി, രാവിലെ നിങ്ങൾക്ക് പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മിക്സിയിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഇത് ഒരു സ്ട്രെയിനറിലിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി അരിയുടെ കൂടെ ഞാൻ 3/4 കപ്പ് ചോറും 3/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ കുറച്ച് തിക്ക് ബാറ്ററായിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ. ഇതുപോലെ ഞാൻ അരച്ചിട്ട് ഏകദേശം നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്ന വെള്ളം നല്ല വെട്ടിത്തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പൂൺ വെച്ച് മാവ് ഇളക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു കയ്യിൽ വെള്ളം ഒഴിക്കുക, മറ്റേ കൈ കൊണ്ട് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് ഇത് ഒരു ദോശയുടെ മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ. ആ മാവിൻ്റെ കൺസിസ്റ്റൻസി ശരിയായി വന്നെങ്കിൽ മാത്രമേ ഓട്ടട ചട്ടിയിൽ ആ അപ്പത്തിന് നല്ല ഓട്ടകൾ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിക്കുക, സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായി എടുക്കണം. ദോശമാവിനേക്കാളും നന്നായിട്ട് ലൂസാക്കിയിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ എൻ്റെ മാവ് ഇവിടെ ഞാൻ നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതായത് വേറെ പഞ്ചസാരയോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ യാതൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഇതുപോലെ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഈ ഒരളവിൽ നമ്മൾ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് ഓട്ടട ചട്ടിയിലാണ് കേട്ടോ. ഇനി ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ചട്ടിയിൽ പെട്ടെന്ന് ഇളകി വരാനും അപ്പത്തിനും ഇച്ചിരി സോഫ്റ്റ്നെസ് കിട്ടാനുമാണ്. ഇനി ആദ്യമായിട്ട് നമ്മൾ ചട്ടി ഒന്ന് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതുപോലെ വാഴയുടെ ഒരു ഇല എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. അപ്പോൾ ആ നമ്മൾ മാവ് ഒഴിക്കുന്ന ഭാഗം ഒന്ന് സ്മൂത്തായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ടയുടെ തോട് അത് ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട്, ഇപ്പോൾ ചട്ടിയിൽ ചെറിയ ചൂട് കാണണം കേട്ടോ. ആ ചൂടുള്ള സമയത്ത് വേണം കോഴിമുട്ടയുടെ തോട് ഇതുപോലെ ഉടച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാൻ. ഇനി കൈ ചൂടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ടത്തോടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കോട്ടൺ തുണിയും കൂടെ പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരതി കൊടുക്കാം. അപ്പോൾ ആ ഭാഗം നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് വരും. എന്നിട്ട് നമ്മൾ ആ മുട്ടത്തോട് കളയണ്ട, അതൊരു പാത്രത്തിൽ അവിടെ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിനി നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. മാവ് ഒഴിച്ചിട്ട് ഒരു 4-5 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ലോ ആക്കി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ കൺസിസ്റ്റൻസി ശരിയാണെങ്കിലും അതുപോലെ തന്നെ ചട്ടിയുടെ ചൂട് നല്ല ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടടയ്ക്ക് നല്ല ഓട്ട വരും. മാത്രമല്ല ഇതുപോലെ ഓട്ടട നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓട്ടടയൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ 2 ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ കോഴിമുട്ട വെച്ചിട്ട് ചട്ടിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഇങ്ങനെ അമർത്തി തുടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ മുട്ടത്തോട് വേറൊരു പാത്രത്തിൽ നമ്മളവിടെ സൂക്ഷിച്ച് വെക്കണം. അടുത്തത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് അതിലേക്കിട്ട് ഒന്ന് വരുതി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വീണ്ടും ഞാൻ ആ കോഴിമുട്ടയുടെ തൊണ്ട് ഒന്നും കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അപ്പോൾ നല്ല ചൂടുണ്ടാവും ചട്ടി, അതുകൊണ്ട് തുണി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓട്ടട തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ.
മാത്രമല്ല ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. ചിലർ കറി കൂട്ടിയാലും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് എന്നതിന് സപ്പോർട്ട് ചെയ്യണം. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇത് ഓട്ടടയിൽ നല്ല ഓട്ടകളായിട്ട് ഇങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്കൊന്ന് മൂടി വയ്ക്കാം. ഞാൻ കുറച്ച് നേരം മൂടി വെച്ചില്ലെങ്കിലും ഓട്ടകൾ വന്നോളും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞു തന്ന 2 ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ ഒന്നാമത്തെ എടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓട്ടട ചട്ടിയിൽ നിന്ന് ഇളകി വരുന്നതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. തയ്യാറാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.